இல்லை தவறு தான், எங்கே நடந்தாலும் எல்லாமே தவறு தான். தவறு தானே. அப்போது பேன் இந்தியா ஃபிலிம்னு சொல்கிறோம்ல, இது பேன் இந்தியா ப்ராப்ளம். அப்படி நீங்கள் மலையாளம்னு அங்கே நடந்ததை வச்சு மட்டும் அதை மட்டும் பேசாதீங்க. அதை விட ஜாஸ்தி இங்கே இருக்குது. அந்த படத்தில் வந்து அவங்க என்னோட ரூம் எதிரில் ஃபுல்லாக குடிச்சிட்டு வந்து அவங்க கதவை தட்டி பெரிய பிரச்சனை பண்ணி அந்த புள்ள உள்ளேருந்து பயந்து அழுது கத்தி. இவ்வளோ ஓப்பனாக நடக்குமா? இவ்வளோ ஓப்பனாக தான் நடக்கும். அன்றைக்கி எனக்கு ஒரு சப்போர்ட் கிடச்சிருந்ததுன்னா எப்படியும் நான் படம் வேணான்னது வேணாதான், இந்த பிரச்சனைங்களுக்கு நான் நின்று இருப்பேனா இல்லையா? இப்போ நான் அந்த படம் பேர் சொல்லிட்டேன். நீங்கள் வேணால் சர்ச் பண்ணி அந்த படத்தோட காஸ்டியூமர் யாருன்னு அவர் பேரை நீங்கள் போட்டுக்கோங்க, எனக்கு கவலை கிடையாது. அந்த காஸ்டியூமருங்க எனக்கு அளவு எடுக்கிறான், அப்படி தான் ஒரு தப்பா. அப்போ இந்த நடிகர்கள் பெயர் வெளியே வரும்போது இன்னும் பெரிய ஆட்களுடைய பேர் வரக்கு வாய்ப்பு இருக்கு. வந்தால் நல்லா இருக்கும். யார் பேர் வேணால் வரட்டும். அதில் திலீப் பேர் இருக்கா? இப்போ பிருத்திவிராஜ் என்ன பண்ணிட்டாரு? இல்ல, பிருத்திவிராஜ் ஒரு முன்னணியில் இருக்கக்கூடிய ஒரு நடிகர். அவரும் வாய்ஸ் ரைஸ் பண்ணாருன்னா என்ன ரைஸ் பண்ணாருங்க? அவங்க ஃபேமிலி விஷயத்துலேயே இவங்க எப்படி நடந்துப்பாங்கன்னு எனக்கு நிறைய பேரை பற்றி தெரியும். அதனால இவங்க வந்து இப்படி ஜென்ரல் ஸ்டேட்மெண்ட் கொடுக்கறதுலாம் இவங்கெல்லாம் பெரிய ஆள் ஆயிட்டாங்கன்னு என்னால் ஏற்றுக்க முடியாது. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷക്കീലയുടെ ഇൻ്റർവ്യൂ റിയാക്ഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ പലരും നെറ്റി ചൊളിച്ച് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, ഈ ഷക്കീൽ ആരാണ് മെയിൻ സ്ട്രീം നായകന്മാരെയും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കാൻ? സിനിമയെ ഗ്രേഡ് ചെയ്യുമ്പോൾ ബി ഗ്രേഡ് മൂവികളിലാണ് ഷക്കീല അഭിനയിച്ചിട്ടുള്ളത്. വളരെ ചുരുക്കം സിനിമകളിലാണ്, അതും ഗസ്റ്റ് റോളുകളിൽ. ചോട്ട മുംബൈ, തേജാബായി തുടങ്ങിയ സിനിമകളിലാണ് മലയാളത്തിൽ ഗസ്റ്റ് റോളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുള്ളത്. അല്ലാതെയുള്ള സിനിമകളൊക്കെ ബി ഗ്രേഡ് മൂവികളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എല്ലാ പടങ്ങളും, മിമിക്രി പടങ്ങളായിക്കോട്ടെ, കോമഡി പടങ്ങളായിക്കോട്ടെ, ആക്ഷൻ മൂവീസ് ആയിക്കോട്ടെ, എല്ലാ തട്ടിക്കൂട്ട് പടങ്ങളും പൊളിഞ്ഞ് പാളീസ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ 2 തിയേറ്ററുകളുണ്ടായിരുന്നു, വലിയ തിയേറ്ററുകളാണ്. അതിലൊന്ന് കല്യാണ മണ്ഡപമാക്കി മാറ്റി, അല്ലെങ്കിൽ അതൊരു പ്രോഗ്രാംസൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൺവെൻഷൻ ഹാളാക്കി മാറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തിയേറ്ററുകളിലേക്ക് ആളെ അടുപ്പിച്ചിരുന്ന ഒരേ ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയിലും റിലീസാവുന്ന ഷക്കീലയുടെ സിനിമകളായിരുന്നു. അത് സത്യമാണ്. എന്തിനു പറയുന്നു, മലയാള സിനിമയിൽ ഇതുവരെ ഇല്ലാത്തൊരു ട്രയാങ്കിൾ റിലീസ് നടന്നിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർമാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പം ഷക്കീലയുടെ പടം റിലീസിന് വരിക. രാക്ഷസ രാജാവ്, രാവണപ്രഭു, രാക്ഷസരാജ്ഞി, ഇങ്ങനെ 3 സിനിമകൾ ഒരേ സമയം റിലീസ് ചെയ്ത സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പടത്തിൽ അഭിനയിച്ച ഒരാൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തൽ നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നെറ്റ് ചുളിച്ചിട്ടായിരിക്കും ആൾക്കാർ അതിലേക്ക് നോക്കുന്നത്. ആ നെറ്റ് ചുളിക്കൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഇൻ്റർവ്യൂ റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. என்ன நடக்குது கேரள சினிமா இண்டஸ்ட்ரியிலன்னு தான் பேச்சு. எப்படி பார்க்குறீங்க? நான் என்ன பார்க்குறது, நீங்கள் எப்படி பார்க்குறீங்க? இல்லை, தவறு தான், எங்கே நடந்தாலும் எல்லாமே தவறு தான். தவறு தானே. அப்போது பேன் இந்தியா ஃபிலிம்னு சொல்கிறோம்ல, இது பேன் இந்தியா ப்ராப்ளம். அங்கே மட்டும்னாதீங்க, அதே இங்கேயும் வரணும். அந்த 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 கமிட்டி இங்கேயும் வேணும், தெலுங்குலேயும் வேணும், ഹിന്ദിയിലും വേണം. തുടക്കം തന്നെ ആങ്കറിൻ്റെ കോൺഫിഡൻസ് കളഞ്ഞുകൊണ്ടാണ് ഷക്കീലയുടെ മറുപടി ആരംഭിക്കുന്നത്. ഷക്കീലയോട് ചോദിച്ചത് ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, കേരളത്തിൽ അല്ലെങ്കിൽ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, കമ്മിറ്റി റിപ്പോർട്ട് പോകുന്നു, അതിനെ തുടർന്ന് പല വെളിപ്പെടുത്തലുണ്ടാകുന്നു, പല സിനിമാ നടന്മാരും കേസിനെ ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഈ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ഷക്കീല തിരിച്ചു വെച്ചതാണ്, എനിക്കെന്താ തോന്നാൻ, നിങ്ങൾക്കെന്താ തോന്നുന്നത്? അതൊക്കെ തന്നെ എനിക്കും തോന്നുന്നത്. അവർ പറഞ്ഞൊരു കാര്യം, ഇത് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ മാത്രം നിന്നാൽ പോരാ, ഇത് തമിഴിൽ വരണം, തെലുങ്കിൽ വരണം, ബോളിവുഡിൽ വരണം, എല്ലാ മേഖലയിലേക്കും വരേണ്ട ഒരു വിഷയമാണ്. ഇതൊരു പാൻ ഇന്ത്യൻ വിഷയമാണ്. ബംഗാളി നടി പറഞ്ഞിരുന്നല്ലോ, അവർ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ അക്രോസ് ഇൻഡസ്ട്രി എല്ലാ സിനിമാ വ്യവസായ മേഖലയിലുണ്ട്. മോളിവുഡിലുണ്ട്, ടോളിവുഡിലുണ്ട്, ബോളിവുഡിലുണ്ട്, തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്, എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു മാറ്റം അത് എല്ലാ ഇൻഡസ്ട്രിയിലേക്കും വരണമെന്നാണ് ഷക്കീല പറയുന്നത്.
ഇദ്ദേഹം തുടർന്ന് ചോദിക്കുന്നത് AMMയിൽ നിന്നുണ്ടായ കൂട്ടരാജിയെക്കുറിച്ചാണ്. மோகன்லால் தார்மீக பொறுப்பேற்று அந்த பதவி விலகிறார் அப்படின்றதெல்லாம் பார்க்குறோம். அப்போ எந்த அளவுக்கு அங்கே பிரச்சனை நிறைந்ததா இருக்கு? அதுதான் ஏங்க, நம்ம மேலே தப்பு இல்லைன்னா நம்ம வந்து விலகுவோமா இதுல இருந்தாது? ஆர்கியூ பண்ணுவோமா இல்லையா? இப்போ இன்ஃபேக்ட் அவர் பேர் வரவே இல்லை அதில். அவரையே இப்போ வந்து இது டோட்டலாக கலைச்சி அவர் அதுலேருந்து ராஜினாமா பண்ணணும். இப்போ இவ்வளோ பிரச்சனை வருது அப்படிங்கும்போது ஏன் சங்கம் நடவடிக்கை எடுக்கல? அதுதான் சங்கம் தானே எடுக்கணும். சங்கம் கலைஞ்சி போகிறத எங்கேயாவது பார்த்துக்குறீங்களா? நான் சொல்லுவேன், இருக்கிறதுலே கேவலமான நடிகர் சங்கம் இப்போ நமக்கு நடந்துக்கிட்டு இருக்கிறது தான் எங்கள் நடிகர் சங்கம். ஏன்னா இவங்களெல்லாம் எங்கே இருக்கிறாங்கன்னு என்னால் சத்தியமாக கண்டுபிடிக்க முடியல. ஸோ ஆனால் அங்கே நல்லா நடந்துக்கிட்டு இருந்தது. சார்மிலான்னு ஒரு ஆர்டிஸ்ட், நானும் கூட இன்டர்வியூ எடுத்திருக்கேன். அவங்களுக்கு வந்து அங்கே மாதம் 5000 ரூபாய் வந்து பென்ஷன் தராங்க. ஸோ அவ்வளோ கரெக்டாக நடக்குது அந்த இடம். ஆனால் அந்த இடத்துலையே ഇവ്ളോ പ്രശ്ന അപ്പടിന്നാ ഇത് യാർ കേൾക്കുന്നത്? സംഭവം ആദ്യം ചോദിക്കുന്നത് മോഹൻലാൽ റിസൈൻ ചെയ്ത വിഷയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സമിതി മുഴുവൻ രാജിവെച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ ഷക്കീൽ വിഷയത്തിൽ പറയുന്നത് തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ തെറ്റ് ചെയ്യാത്തരായി ആരുണ്ട് ഗോപു എന്നായിരിക്കും ഇതിനിടയ്ക്കൂടെ വരുന്നൊരു ഇതിനിടയ്ക്കൂടെ വരുന്നൊരു ട്രോൾ വോയിസ്. അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് എല്ലാവരും കൂടി രാജിവെക്കുന്നത്? അത് ആർഗ്യൂ ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ ആ നിലപാട് വ്യക്തമാക്കാനുള്ളതാണ്. പക്ഷെ അതിന് പകരം രാജിവെച്ചതിനെ ഇവർ വിമർശിക്കുന്നുണ്ട്. അതേസമയം തന്നെ ചോദിക്കുന്നൊരു കാര്യം, ഇത് ആൻസർ പറയേണ്ടത് സംഘടനയാണല്ലോ, സംഘടന പറയേണ്ട ആൻസറാണ്. ഒരുപക്ഷെ AMMയെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, സിനിമാ മേഖലയെ മൊത്തത്തിലുള്ള കാര്യത്തിലാണ് ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തിയിരിക്കുന്നത്, അതിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ AMMA ഈ കൂട്ടത്തിലൊക്കെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഘടനയാണ്, താരങ്ങളാണല്ലോ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ താരങ്ങൾ ആ വിഷയം പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നേരായ രീതിയിൽ പ്രതികരിക്കുന്നതിന് പകരം രാജിവെച്ചത് ശരിയായില്ല. സത്യത്തിൽ അതൊരു ഒളിച്ചോട്ടമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് പലർക്കും ഉള്ളത്. മറ്റൊന്ന് അവിടെയുള്ള നടികർ സംഘത്തെക്കുറിച്ചാണ്, AMMയെ പോലെ അവിടെയുള്ള താരസംഘടനയെക്കുറിച്ച്. അവിടെ ആരാണ് നേതാവ്, ആരൊക്കെയാണെന്നുള്ള അറിയാൻ പാടില്ല. സത്യമാണല്ലേ? സത്യത്തിൽ AMMA എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മളെല്ലാ ന്യൂസും ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട്, തെലുങ്കിലുണ്ട്, കന്നഡയിലൊക്കെ താരസംഘടനകൾ എന്തായാലും ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും കേൾക്കാറില്ല. മറ്റൊന്ന് ഇവർ പറയുന്ന ഈ താരസംഘടന നടത്തുന്ന ഒരു ചാരിറ്റി ആംഗിളിനെ കുറിച്ചാണ്. ചാർമിള എന്ന നടി, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാലഘട്ടത്തിൽ ഒരു സൂപ്പർ ലേഡി സ്റ്റാർ ആയിരുന്നു ചാർമിള. കാബുളിവാല, അതേപോലെ ചാർമിള എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് ബാബു ആന്റണിയെ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ വളരെ പോപ്പുലർ നടി. ഇപ്പോൾ അവരുടെ ജീവിതാവസ്ഥയിൽ വലിയ സഹായമാകുന്ന കൈനീട്ടം, AMMയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൈനീട്ടം അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സംഘടനയ്ക്കാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് ஷக்கீலா പറഞ്ഞു നിർത്തുന്നത്. இல்லை பொதுவாக மலையாள சினிமா அப்படின்னு பேசும்போது எந்த அளவுக்கு இந்த மாதிரி அட்ஜஸ்ட்மெண்ட்ஸ் அப்படின்றதெல்லாம் அங்கே பரவாயில்ல. அப்படி நீங்கள் மலையாளம்னு அங்கே நடந்ததை வச்சு மட்டும் அதை மட்டும் பேசாதீங்க. அதை விட ஜாஸ்தி இங்கே இருக்குது, இதை விட ஜாஸ்தி தெலுங்குல இருக்குது. ஸோ அங்கே எவ்வளோ நடக்குதுன்றது வந்து அது அப்படி கிடையாது, എല്ലാ இடத்துலையும் നടക്കുന്നത്. അഗൈൻ ഇത് പുള്ളിക്കാരൻ ഒന്നുകൂടി മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ചൊറിഞ്ഞു വന്നതാണ്. ഞാൻ അദ്ദേഹം ചൊറിയുന്നു തോന്നിയതല്ല, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ രീതി കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. എങ്കിലും അദ്ദേഹം വീണ്ടും മലയാള ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ വിരൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ കൃത്യമായി ഷക്കീല മറുപടി പറയുന്നത്, ഇത് അവിടെ മാത്രമുള്ളൊരു കാര്യമല്ല, എന്തിനാണത് മാത്രം എടുത്ത് പറയുന്നത്? അവിടെ മാത്രമുള്ളൊരു കാര്യമല്ലല്ലോ, ഇവിടെയുണ്ട്, തെലുഗിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ സംഭവം. ഒരുപക്ഷെ പലരും പറഞ്ഞതുപോലെ തന്നെ ഒരു മാറ്റത്തിന് തുടക്കമിട്ടത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. ശരിയാണ്, പല വിമർശനങ്ങളുണ്ട്, സൂപ്പർ താരങ്ങൾക്കെതിരെ വിമർശനമുണ്ട്, സർക്കാരിനെതിരെ വിമർശനമുണ്ട്. എങ്കിൽ തന്നെയും ഈ ഒരു മാറ്റം, ഇങ്ങനെ ഒരു ചിന്ത, കുറഞ്ഞപക്ഷം നാളെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവർക്കെങ്കിലും പിടിച്ചു നിൽക്കാനുള്ളൊരു പിടിവള്ളി, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ളൊരു പിടിവള്ളിയായിട്ട് മാറിയിട്ടുണ്ട് മലയാള സിനിമ തുടക്കം വെച്ച ഈ സംഭവം. இந்த அத்துமீறி ரூம்குள்ள நுழையிறாங்க, குடிச்சிருக்காங்க, போதையில வந்து அறை கதவை தட்டுறாங்க, உள்ள வராங்க. ஆமா இருக்குது, நிறைய இருக்கு. நான் வந்து நம்ம ரூபஸ்ரீன்னு ஒரு ஆர்டிஸ்ட் இருக்காங்க, அவங்க பேர் எனக்கு தெரியல, இப்போ சொல்லலாமா சொல்லக்கூடாதான்னு. அவங்கள வந்து நான் ஒரு படத்தில் நடிச்சிட்ருக்கோம், அவங்க ஹீரோயினாக நடிக்கிறாங்க. அந்த படத்தில் வந்து அவங்க என்னோட ரூம் எதிரில் ஃபுல்லாக குடிச்சிட்டு வந்து அவங்க கதவை தட்டி பெரிய பிரச்சனை பண்ணி அந்த புள்ள உள்ளேருந்து பயந்து அழுது கத்தி, அதுக்கப்புறமா நாங்கள் எங்கள் கதவு திறந்தா ஒரு 4-5 ஆளுங்க ஃபுல்லாக ட்ரிங்க் பண்ணிட்டு நிற்கிறாங்க. திறக்குடி, வாதல் திறக்குடின்னு.
நாங்கள் வந்து நல்ல வயசில் இருக்கிறோம். நான் என் தம்பி என் ஃப்ரெண்ட்ஸ் எல்லாம் போயிருக்கிறோம். எப்பவுமே நான் ஷூட்டிங்க்கு அப்படி தான் போவேன். அப்போது நாங்கள்லாம் வந்து இவனுங்களை போக சொல்லி அப்புறம் எங்களுக்குள்ளே அடிதடியாகி அந்த ஆள் என்ன அடித்து நான் அவனை அடித்து எனக்கு சம்பந்தமே கிடையாது. ஆனால் வந்து நீங்கள் இப்படி ஏன் நடந்துக்கிறீங்கன்னு கேட்குறதுக்கு இவ்வளோ பிரச்சனை ஆயிடுச்சு. அதுக்கப்புறம் நாங்கள் வந்து அங்கே ஒரு அமெரிக்கா அச்சாயான்னு சொல்லிட்டு அவர் அமெரிக்காலேருந்து ஷூட்டிங்க்கு வருவார். அச்சாயா கிட்ட பேசி 4 மணிக்கு வண்டி ஏற்றி அவங்கள வந்து சென்னைக்கு அமிச்சோம். ஸோ இது நிறைய நடந்திருக்கு. என் கண்ணு முன்னாடி நடக்கிறத நான் 100% அப்பத்துக்கு அப்போ தட்டி கேட்டு அந்த படங்களுக்கு டேட் கொடுக்காமலாம் பண்ணியிருக்கேன். இவ்வளோ ஓப்பனாக நடக்குமா மேம்? இவ்வளோ ஓப்பனாக தான் നടക്കും. അതാണ് വളരെ ഓപ്പണായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും സിനിമയിൽ ഉണ്ടായിട്ടും വായിൽ പഴം തിരിച്ചിരുന്ന പല നായികമാർക്കും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഭീകരയുടെ മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഷക്കീലയ്ക്ക് പറയാനുള്ള അധികാരമുണ്ട് എന്നുള്ള ചോദ്യം. ഈ മുൻനിര നായികമാരായിട്ട് അഭിനയിച്ചിട്ടുള്ള പലരും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായിരുന്ന പലരുമൊക്കെ മുഖ്യധാരയിലുള്ള നായികമാരൊക്കെ ഞാനങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ സംഭവമുള്ള എൻ്റെ അറിവിലില്ല എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറുമ്പോൾ, അതായത് വെള്ളപൂശയാണ്, മൊത്തത്തിൽ അങ്ങോട്ട് വെള്ളപൂശയാണ്. വെള്ളപൂശുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം എല്ലാവരും തെറ്റുകാരായ ഒരു വിഷയത്തെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. വളരെ കുറച്ച് പേര് തെറ്റുകാരായ ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ കുറച്ച് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഒരു ധൈര്യം വേണം. ആ ധൈര്യം കാണിച്ചിരിക്കുന്നത് ഷക്കീലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻ്റർവ്യൂ റിയാക്ഷൻ ഞാൻ എടുത്തത്. അവർ പറയുന്ന പല കാര്യങ്ങളും പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് ഈ വിഷയം പറഞ്ഞ പെൺകുട്ടികളെ പോലും സംശയത്തിൻ്റെ മുന്നിലാക്കുന്ന രീതിയിൽ എനിക്കനുഭവം ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്കറിയാൻ പാടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തലയൂരി പോകുന്ന ആളുകൾ ഉള്ളപ്പോൾ ഷക്കീലയെ പോലുള്ള ആളുകൾ ഇതുപോലുള്ള സംഭവങ്ങൾ തുറന്നു പറയും. ഇത് അവരുടെ മുന്നിൽ നടന്ന സംഭവമല്ല, കഥകിൽ തട്ടുന്ന സംഭവം, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് വെള്ളമടിച്ച് പൂസായി വന്ന് പെൺകുട്ടി താമസിക്കുന്ന മുറിയുടെ കഥകിൽ അടിക്കുകയാണ്, കഥക് തുറക്കടി എന്ന് പറഞ്ഞിട്ട്. ഭാഗ്യത്തിന് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയാത്തവരാണ് ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഹേമ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ കുറഞ്ഞ പക്ഷം ഈ മുഖ്യധാരാ നായികമാരെങ്കിലും തയ്യാറാകണം, അത് തുറന്നു പറയാനെങ്കിലും തയ്യാറാകണം. இல்லை, இப்போ தலையாட்டினவங்களா கம்ப்ளைண்ட் திரும்ப ரைஸ் பண்ணுறாங்க மேம். எப்படி தெரியும்? இது ஏன் நீங்கள் அன்னைக்கு சொல்லலை? இது ஏன் இப்போ சொல்கிறீங்க? ஒருத்தர் வாய்ஸ் பண்ணீங்களா? நான் கேட்குறேன், நான் தாங்க ஃபஸ்ட்டு விக்டம். அப்படி பார்த்தா எப்படி விக்டிம்னா, நான் வந்து 2000 நான் படம் பண்ணுறேன். என் படங்களுக்கு சென்சார் கொடுக்கல, என் படங்களை பேன் பண்ணணும்னு நினச்சாங்க, என்னை டோட்டலாக படம் பண்ணக்கூடாதுன்னு நினச்சாங்க. என்னை பற்றி ஒரு முஸ்லீம் மினிஸ்டர் ஒருத்தர் இருந்தாங்க, அவங்கக்கிட்ட போய் பேசினாங்க. இவங்க என்னென்ன பண்ணாங்களோ இப்போ அந்த நடிகர் இல்லை, இறந்துட்டார். அவர் மூலமாக எனக்கு எல்லாமே தெரிஞ்சிருக்கு. இந்த அம்மா அசோசியேஷன் பண்ணது எனக்கு எல்லாமே தெரிஞ்சிருக்கு. நான் உங்களுக்கு என்ன பண்ணிட்டேன்? நான் படம் நடித்தேன், உங்கள் தியேட்டர்லாம் கல்யாண மண்டபமாக மாற இருந்ததை திருப்பி தியேட்டராக நிப்பாட்டினேன். எனக்கு வர டிக்கெட் என்ன, என் படத்துக்கு டிக்கெட் வாங்குறதுல உங்களுக்கு டேக்ஸ் கிடச்சிது. நான் என்ன தப்பு பண்ணிட்டேன்? அப்படி தான் ஒரு ஆண் ஆதிக்கம் கொண்டது மெயினாக நம்பர் 1 கேரளா. நீ 4 கோடி ரூபாய் போட்டு ஒரு படம் எடுக்கிற, நாங்கள் 14 லட்சத்தில் ஒரு படம் எடுக்கிறோம். எவ்ரி வெள்ளிக்கிழமை என் படம் ரிலீஸ் ஆகுது, என் தேட்டர் ஃபுல்லாக இருக்குது, உன் தேட்டர் காலியாக இருக்குது. உன்னால் அந்த ஈகோ ஏற்றுக்க முடியுமா? സംഭവം സത്യമുണ്ട് ഈ പറഞ്ഞത്. കാരണം ഈ കാലഘട്ടത്തിലൊക്കെ സിനിമ കണ്ടിരുന്നവരാണല്ലോ നമ്മളെല്ലാം. 2000 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു തിയേറ്റർ കല്യാണ മണ്ഡപവും ഓഡിറ്റോറിയമൊക്കെ മാറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഷക്കീലയുടെ മാത്രമല്ല, അതേപോലെ തന്നെ മറ്റു സിനിമാ താരങ്ങളുണ്ടായിരുന്നു, മറിയ, രേഷ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ സിനിമകളൊക്കെ ആഴ്ചയ്ക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ കഥയുടെ ക്വാളിറ്റി കൊണ്ടൊന്നും അല്ല, വേറെ സിനിമകളൊന്നും കാണാനില്ല. പിന്നെ ഈ സിനിമയ്ക്ക് ആ ഒരു കാലഘട്ടത്തിൽ പൊതുവെ ആളുകളെ ആകർഷിക്കാൻ പറ്റുമായിരുന്നു തിയേറ്ററിലേക്ക്. മാത്രമല്ല, ഒപ്പുറങ്ങിയ സിനിമകളൊക്കെ ഒരു കാശിനും കൊള്ളില്ലായിരുന്നു. എല്ലാം ഒരു കഥയിലും ഒന്നുമില്ല, ആടി ഇടി, നായകൻ സൂപ്പർ ഇടി, അങ്ങനെയൊക്കെ ഒരു ക്വാളിറ്റിയും ഇല്ലാതിരുന്ന, പണം കൊടുത്ത് സിനിമ കാണാൻ കയറുന്നവനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇവർ പറഞ്ഞത് ശരിയാ, സിനിമാ തിയേറ്ററിലൊക്കെ ഒഴിഞ്ഞു കിടന്നിരുന്നു, സിനിമകളൊന്നും വിജയിക്കുന്നുണ്ടായിരുന്നില്ല. പല തിയേറ്ററുകളും
ആൾ കയറാതെ. അതായത് ഇന്നിപ്പോൾ ഡിജിറ്റൽ റിലീസാണ്, പണ്ട് ഡിജിറ്റൽ റിലീസ് അല്ലല്ലോ. അപ്പോൾ ആദ്യം എ ക്ലാസ് തിയേറ്ററിലാണ് വരുന്നത്, പ്രത്യേകിച്ച് സിറ്റിയിലുള്ള തിയേറ്റർ. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത് ബി ക്ലാസ് ആൻഡ് സി ക്ലാസ് തിയേറ്ററിലാണ് ഉണ്ടായിരുന്നത്. എ ക്ലാസ് തിയേറ്റർ എല്ലാം എറണാകുളത്താണ്, സരിത സവിത സംഗീത, കവിത, ഷേണായിസ്, ലുലു എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ തന്നെ സിനിമകൾ പൊട്ടിപ്പാളിസാണ്, ആളുകൾ കാണുന്നില്ല. ആ സിനിമ ബി ക്ലാസ് തിയേറ്ററിലേക്ക് വന്നിട്ട് ആര് കാണാനാണ്? അപ്പം ഇങ്ങനെയുള്ള എ ക്ലാസ് തിയേറ്ററുകളല്ല, പ്രധാനമായിട്ടും ബി ക്ലാസ് തിയേറ്ററുകൾ, സി ക്ലാസ് തിയേറ്ററുകളൊക്കെയാണ് കൂട്ടിപ്പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ബി ക്ലാസ് തിയേറ്ററുകളെയും എ ക്ലാസ് തിയേറ്ററിലൊക്കെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത് ഷക്കീലയുടെ സിനിമ തന്നെയാണ്. അതിൽ ഇവർ പറയുന്നതിൽ പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല ആ കാര്യത്തിൽ. அன்றைக்கே எனக்கு சினிமாவே வேணான்னு நினச்சேன் நான். என்னது இதுன்னு. ஒருத்தன் வந்து ஒரு சாங் இருக்குது, கோல்மால்னு ஒரு படத்தில் நான் டான்ஸ் ஆடியிருக்கேன். அந்த படத்துக்கு வந்து கச்சம் ட்ரெஸ்ஸு போடணும். இப்போ நான் அந்த படம் பேர் சொல்லிட்டேன், நீங்கள் வேணால் சர்ச் பண்ணி அந்த படத்தோட காஸ்டியூமர் யாருன்னு அவர் பேரை நீங்கள் போட்டுக்கோங்க, எனக்கு கவலை கிடையாது. அந்த காஸ்டியூமருங்க எனக்கு அளவு எடுக்கிறான். அப்படி தான் ஒரு தப்பா என் வீட்டில் இருந்துட்டு எனக்கு அளவு வந்து அப்படி என் உடம்பெல்லாம் தொட்டு அளவு எடுத்தான். ഇത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല. മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. മേക്കപ്പ് ഇടുന്നതിനെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഒരു സിനിമയിൽ ബിക്കിനി ഇട്ടിട്ടാണ് അവർക്ക് അഭിനയിക്കേണ്ടിയിരുന്നത്. അപ്പോൾ തുടയിൽ മേക്കപ്പ് ഇടണം. ആ സമയത്ത് ഈ മേക്കപ്പ് മാൻ കാണിച്ചൂട്ടിയ വൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെന്ത് ടൈപ്പാണ്, ഇവിടെ നിന്ന് ഇട്ട് പോകാമെന്ന് വിചാരിച്ചെടുത്തെന്നും അവർ അടുത്ത സിനിമ ചെയ്യാറാകുമ്പോഴേക്കും ചെയ്തൊരു കാര്യം സ്വന്തമായിട്ട് ഒരു മേക്കപ്പ് മാനെ നിയോഗിക്കുക, സ്വന്തമായിട്ടൊരു കോസ്റ്റ്യൂമറെ നിയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും ഒക്കെയാണ് കേട്ടോ. പക്ഷേ പല സിനിമകളിലും പ്രതിഫലം ലഭിക്കാത്ത താരങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. പ്രിവിലേജ്ഡായ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ ആളുണ്ട്, ഇപ്പോൾ ഷക്കീല തന്നെ പറയുന്ന അനിയൻ കൂടെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അല്ലാതെ വന്നു വിടുന്ന ആളുകളെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. பொருளாதார பின்தங்கி இருக்கக்கூடிய பெண்கள் நடிக்க வராங்கன்னா அப்ப அவங்களுடைய நிலைமை இன்னும். ஆமாம், அவங்களுக்கு தான் இந்த நிலைமை எல்லாம். இருக்கிறவங்க படம் இல்லாட்டி வேறு படம்னு சொல்லி போயிட்டே இருப்பாங்க. ഇല്ലാത്തവങ്ങൾക്ക് தான் இந்த നിലമയ്ക്ക്. ഇതാണ് പ്രശ്നം. ഇതാണ് ഹേമ കമ്മീഷനിൽ വന്നിരിക്കുന്ന പലരും വെളിപ്പെടുത്തുന്ന പ്രശ്നം. ഇപ്പം തന്നെ കേസ് കൊടുത്തിരിക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ, പലരും ഒരു മെയിൻ സ്ട്രീമിൽ എത്തിയ ആളുകളല്ല. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടോ, അല്ലെങ്കിൽ നിന്റെ സിനിമയിലേക്ക് വേണ്ട അടുത്ത പടത്തിൽ നോക്കാം എന്ന രീതിയിലേക്ക് ഉയർന്നവരോ അല്ല. ഇത്രയും നമ്മുടെ പരാതി പറഞ്ഞ ആൾക്കാരെയൊക്കെ നോക്കുമ്പോഴേക്കും അതിൽ ഗീതാ വിജയനൊക്കെ മാത്രമാണ് കുറച്ചൊരു എക്സെപ്ഷൻ ഉള്ളത്. അല്ലാതെ ഈ പരാതി പറഞ്ഞ ഭൂരിഭാഗം ആളുകളും പ്രിവിലേജ്ഡ് ആയ കമ്മ്യൂണിറ്റി അല്ല. അപ്പോൾ അവരാണ് ഈ ചൂഷണം ചെയ്യപ്പെടുന്നത്. ஆனா இப்ப நடிகர் பிருத்விராஜ் வந்து ஒரு கருத்து சொல்றாரு. இந்த மாதிரி ஒரு கம்ப்ளைண்ட் வந்ததுன்னா விசாரிங்க, அது மேல உண்மையாவே தவறு இருந்தா நடவடிக்கை எடுங்க, அதுக்கான தண்டனை கொடுக்கணும். அதே நேரத்துல ஒருவேளை தவறு இல்லாம பொய் புகார் கொடுத்திருந்தா யார் புகார் தந்தாங்களோ அவங்க மேலயும் நடவடிக்கை எடுக்கணும் அப்படின்றாங்க. சரி, இப்ப இது சப்போர்ட் பண்ணி இதுல என்ன பிருத்விராஜ் நல்லது பண்ணிட்டாரு? இல்ல, இது சப்போர்ட் பண்ணி தான் நானும் சொல்லுவேன். இப்ப நீங்களும் அதான் சொல்ல போறீங்க? எஸ். இப்ப பிருத்விராஜ் என்ன பண்ணிட்டாரு? இல்ல, பிருத்விராஜ் ஒரு முன்னணியில் இருக்கக்கூடிய ஒரு நடிகர், அவரும் வாய்ஸ் ரைஸ் பண்ணாருன்னா என்ன ரைஸ் பண்ணாருங்க? இப்போ என்ன இதுதானங்க நானும் சொல்றேன். பாருங்க, விசாரிங்க, குற்றம் இருந்தா அவனுக்கு பனிஷ்மெண்ட் போடுங்க, இல்லைன்னா பொய் புகார் கொடுத்தவங்களுக்கு பனிஷ்மெண்ட் கொடுங்கன்றது ஒரு ஜென்ரலா ஒரு 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 பைட் கேட்டா சொல்ல வேண்டிய விஷயம். இதுக்கு வந்து அவரை பத்தி எல்லாம் வந்து பேச வேண்டிய அவசியமே இல்லை. அவரு இல்ல, ஒரு ஆண் ஆதிக்கம்னு சொல்லும்போது அவங்க சப்போர்ட்டுக்கு இது நீங்க மோகன்லால் கிட்ட போய் கேட்டாலும் இதாங்க சொல்லுவாரு. ஆணாதிக்கம்னு அப்படின்னா அவங்க வந்து அதுலேருந்து அவங்கவுங்க தப்பிக்க தானே பார்ப்பாங்க. ஆப்வியஸ்லி நீங்கள் யார்கிட்ட போனாலும் அதான் சொல்ல போகிறாங்க. அதனால இவர் நல்லவர், அவர் கெட்டவர், இவர் வல்லவரெல்லாம் எதுவும் கிடையாது. இவங்க அதை பண்ணலையா என்னன்னு தெரியல, அவ்வளோதான். இது சும்மா இது ஒரு பைட்டுக்கு இப்படி பேசுறதுனால அவங்க வந்து ரொம்ப பர்ஃபெக்டெல்லாம் சொல்லக்கூடாது. நிறைய விஷயம் எனக்கு நிறைய பேரை பற்றி தெரியும், அதனால் சொல்ல முடியலையா? சொல்ல தேவையில்லை எனக்கு. ஏன்னா நான் ஜென்ரலாக சொல்கிறேன், அதாவது இந்த விஷயத்தில் இல்லை, அவங்கவுங்க ஃபேமிலி விஷயத்துலேயே இவங்க எப்படி நடந்துப்பாங்கன்னு எனக்கு நிறைய பேரை பற்றி தெரியும். அதனால் இவங்க வந்து இப்படி ஜென்ரல் ஸ்டேட்மெண்ட் கொடுக்குறதுலலாம் இவங்கெல்லாம் பெரிய ஆள் ஆகிட்டாங்கன்னு என்னால் ஏற்றுக்க முடியாது. അടി പൃഥ്വിരാജിനിട്ടാണ്. പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പലരും ഹൈലൈറ്റ് ചെയ്തത്, ഞാനടക്കം അതിനെ പിന്തുണച്ച ഒരാളാണ്. പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് പൃഥ്വിരാജ് ഹൈലൈറ്റായി, അല്ലെങ്കിൽ പൃഥ്വിരാജ് പറഞ്ഞ കാര്യത്തിന് ഒരു സല്യൂട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പലരും അത് പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പോലും പറയുന്നില്ല. ഇപ്പോൾ ഷക്കീല പറയുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിൽ എന്ത് കാര്യമാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ആരോട് ചോദിച്ചാലും പറയാമെന്നാണ് പറഞ്ഞത്. മോഹൻലാലിനോട് ചോദിച്ചാലും പറയും. പക്ഷെ ആരും പറഞ്ഞില്ല. ആകെ പറഞ്ഞു കേട്ട് വളരെ ചുരുക്കം ആൾക്കാരാണ്. ജഗദീഷ്, ടൊവിനോ, പൃഥ്വിരാജ്, ഉർവശി, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരാണ് തുറന്ന് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇവർക്ക് പ്രത്യേകമായ ഹൈലൈറ്റ് കിട്ടാനുള്ള കാരണം. അത് മാത്രമല്ലല്ലോ, ഇതോടൊപ്പം തന്നെ ന്യായീകരണം നടക്കുമായിരുന്നില്ലേ? വലിയ ന്യായീകരണം നടക്കുമായിരുന്നു. എല്ലാ മേഖലയിലും ഇതിങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ എന്താ സിനിമയ്ക്ക് മാത്രം ഒരു പ്രശ്നം? ഇതേപോലെ പവർ ഗ്രൂപ്പുള്ളൊരു കാര്യം ഞങ്ങളാരും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല, ആരെയും അങ്ങനെ ഇതുവരെ ഒതുക്കിയിട്ടില്ല, കഥകളിൽ മുട്ടിയ സംഭവങ്ങളൊന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല, ഞങ്ങൾക്കാർക്കും അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതി വന്നാൽ നടപടിയെടുക്കുമായിരുന്നു. ഈ രീതിയിലൊക്കെ തള്ളി മറിച്ചതുകൊണ്ടാണ് പൃഥ്വിരാജ് പറഞ്ഞതും ജഗദീഷ് പറഞ്ഞതും ഹൈലൈറ്റായി വന്നത്. കാരണം അവർ കുറഞ്ഞ പക്ഷം തെറ്റുകാരെ ശിക്ഷിക്കണമെന്നെങ്കിലും പറഞ്ഞു. ഇവരങ്ങനെ പറഞ്ഞു? ഇവരപ്പോഴും കുഴഞ്ഞു മറിഞ്ഞ് കളിക്കുകയല്ലേ ചെയ്തത്. റിപ്പോർട്ട് വരട്ടെ, അതിലെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും, ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഞങ്ങൾ നന്നാകാൻ വേണ്ടിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒരു വ്യക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ആരും പറഞ്ഞില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തീരുന്നില്ല എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതുപോലും പറയാൻ ആരും തയ്യാറായില്ല. എന്താണ് മന്ത്രി കൂടിയായ സുരേഷ് ഗോപി ചെയ്തത്? മാധ്യമങ്ങൾക്ക് നേരെ ആക്രമണം വിടുക. ശരിയാണെന്നേ, മാധ്യമങ്ങൾക്ക് ഇതൊരു ചാകരക്കാലമാണ് ഈ വിഷയം. അവർക്ക് ഇഷ്ടംപോലെ വ്യൂവർഷിപ്പ് കിട്ടും, യൂട്യൂബ് ചാനലുകൾക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ചാകരക്കാലമാണ്. അവർക്കും കുറേ വ്യൂസ് കിട്ടുക സമയത്ത്. പക്ഷേ അവരാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അതാണ് ഏറ്റവും കാതലായ ചോദ്യം. അവരാണോ ഈ വിഷയം ഉണ്ടാക്കിയത്? വിഷയമുണ്ടാക്കിയത് സിനിമയ്ക്കകത്തുള്ളവരല്ലേ, കഥകളിൽ പോയി മുട്ടിയവരല്ലേ, പലരെയും ഒതുക്കി തീർത്തവരല്ലേ. അവരെക്കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടിയില്ല. അങ്ങനെ മിണ്ടാതിരുന്നപ്പോഴാണ് പൃഥ്വിരാജ് പറഞ്ഞതിന് ഒരു ഹൈലൈറ്റ് ഉണ്ടായത്. പിന്നെ ഇവർ ഫാമിലിയെക്കുറിച്ച് പറയുന്ന കാര്യം എനിക്കതിൽ താല്പര്യമില്ല. അത്തരം വിഷയങ്ങൾ ആസ് ലോങ് ആസ് അതൊരു ഗാർഹിക പീഡനമോ അതുപോലുള്ള കാര്യങ്ങളോ ആകാത്തിടത്തോളം കാലം. அப்போ இந்த நடிகர்கள் பெயர் வெளியே வரும்போது இன்னும் பெரிய ஆட்களுடைய பேர் வரக்கு வாய்ப்பு இருக்கு. வந்தா நல்லா இருக்கும். ஏன்னா எனக்கு வந்து எனக்கு கேரளா தான் சோறு போட்டுச்சு, எனக்கு கேரளா தான் பேர் வாங்கி கொடுத்துச்சு. நான் நன்றி மறக்கலை. ஆனால் நான் மக்கள் மேலே எனக்கு பிரச்சனை இல்லை. என்னோட வெஞ்சன்ஸ், என்னோட கிரட்ஜ் என்னன்னா, என்னை வந்து என் படம் ஓட விடாமல் சென்சார் பண்ண விடாமல் அவங்க செஞ்சதால் எனக்கு சிரிக்குவேன். அவ்வளோதான் எனக்கு சொல்ல தெரியும். யார் பேர் வேணால் வரட்டும். அதில் திலீப் பேர் இருக்கா? நீங்கள் கண்டிப்பாக செக் பண்ணுங்க. ஏன்னா அவ்வளோ பெரிய ஒரு இன்சிடென்ட் நடந்தது. அந்த பொண்ணுக்கு என்ன தான் நீங்கள் வந்து ஜஸ்டிஸ் வாங்கி கொடுத்தீங்க? வெளியில் வந்து சொன்னாலும் ஒன்றும் பிடுங்கிறதில்ல, கிழிக்கிறதில்ல. மறைச்சி வச்சுக்கிட்டாலும் அப்புறம் எப்படி தான் எல்லாமே வெளில வரப்போகுது, எப்போ தான் எப்படி தான் அப்படின்னு சொல்லிட்டு இவங்களுக்குள்ளே தவிச்சிக்கிறாங்க. இது எப்படி தான் போகும்? സത്യമല്ലേ അവർ പറഞ്ഞത്? ഇനി ആരുടെയൊക്കെ പേര് വരാൻ പോകുന്നു അറിയാൻ പാടില്ല. പുതിയ പേരുകൾ വന്നിട്ടില്ല എങ്കിൽ കൂടി പുതിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പലർക്കെതിരെയും. അതുമാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല, സിനിമയിൽ വരുന്ന യുവാക്കൾക്കും ഇതുപോലുള്ള ലൈംഗിക ചൂഷണങ്ങൾ നേരിടേണ്ട അവസ്ഥയാണ് ഉള്ളത്. അതിനെക്കുറിച്ചുള്ള പരാതികളും പൊങ്ങി വരുന്നുണ്ട്. പറയുന്നൊരു കാര്യം, ഇവരുടെ സിനിമയ്ക്കെതിരെ വന്ന ബാനുകളൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം 2001 to 2004 അങ്ങനെ സിനിമകളൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നടക്കുന്ന അപ്ഡേറ്റ്സ് ഒന്നും അറിയില്ല. എങ്കിലും ഈ ഷക്കീലയുടെ പടങ്ങൾ തുടർച്ചയായി തിയേറ്ററിലേക്ക് വരുന്നതും അത് മറ്റ് സിനിമകളെ ബാധിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അവർ നേരത്തെ പറഞ്ഞല്ലോ, അന്നേരം ഒരു മിനിസ്റ്ററിന് ഇവർ പോയി കണ്ടു, ഇവരുടെ സിനിമകൾക്ക് സെൻസർഷിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടായി. ഇവർക്കെതിരെ ഒരു പവർ ഗ്രൂപ്പ് അന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥയല്ലേ ഈ പവർ ഗ്രൂപ്പിൻ്റെയൊക്കെ? இப்போ அந்த சம்பவங்களை தொடர்ந்து தான் இன்னைக்கு எல்லாருக்கும் ஒரு தைரியமான மனநிலை வருது, நம்ம வெளியே சொல்லணும் இல்லைங்க, பேசுறாங்க. அதெல்லாம் கிடையாதுங்க. இந்த கமிட்டி வந்ததால மட்டும்தான் இப்போ வெளியில வந்து எல்லாரும் பேசுறாங்க. வேற எதுவுமே கிடையாது. இந்த கமிட்டி கிட்ட போய் சொன்னோம்னா நம்ம சேஃபா இருப்போம் அப்படின்னு ஒரு நம்பிக்கையில பேசுறாங்க. இதெல்லாம் இருக்கு அப்படின்றது பட்சத்துல, இதெல்லாம் இருக்குன்ற பட்சத்துலலாம் ஒன்றும் கிடையாது. இதெல்லாம் இருக்கு. இது மாதிரி அங்கங்கே இந்த அந்த கமிட்டிங்க இங்கேயும் அமைச்சிங்கன்னா, இப்போ இருக்கிற பெண்கள், கஷ்டப்படுற பெண்கள், ஏதாவது அவங்களுக்கு ஹாரஸ்மெண்ட் நடந்ததுன்னா அவங்க போய் கம்ப்ளைண்ட் பண்ணுவாங்க. அதுக்கப்புறம் அவங்க நடிப்பாங்களா இல்லையான்றது அவங்கவுங்க தலையெழுத்து.
എന്തായാലും അങ്ങനെ ഒരു നോട്ടിൽ ഈ റിയാക്ഷൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് ഇനിയുമുണ്ട്. മലയാള സിനിമയിൽ നിന്നുള്ളവർ എന്തുകൊണ്ട് തമിഴ് സിനിമയിലെത്തി, മീൻസ് മലയാളത്തിലെ പെൺകുട്ടികളെ എന്തിനാണ് തമിഴിലേക്ക് കൊണ്ടുവരുന്നത്, തമിഴിൽ വേറെ പെൺകുട്ടികളില്ലേ, ഇതേ ചോദ്യം തന്നെ മലയാളത്തിലുള്ളവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു കോമൺ പ്രശ്നമാണ്, എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു കോമൺ പ്രശ്നമാണ് അവിടെ നിന്നുള്ള നടിമാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെയുള്ള പരാതി ഇപ്പോൾ തമിഴിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെ ഒരു പരാതി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള ഇൻ്റർവ്യൂ ഭാഗങ്ങൾ. എന്തായാലും ഷക്കീൽ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ ഇൻ്റർവ്യൂവിൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇത് എഗ്രിമെൻറ്റിലുണ്ടെന്നാണ് പറയുന്നത്, ഈ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം. എന്താ അവസ്ഥയല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഹേമ കമ്മിറ്റി അഡ്രസ്സ് ചെയ്യുന്നത്. തുറന്നു പറയാൻ തയ്യാറായ കുട്ടികൾ പറയുന്നത് ഇവരെല്ലാവരും നാളെ സിനിമയിലേക്ക് വരുന്ന പെൺകുട്ടികളുടെ സുരക്ഷിതം ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.